ദൈവസന്നിധാനത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം കണ്ണുകളെ ദിവസം അടച്ച് സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി തലകളെ ദിവസം വണക്കാം. ഇന്ന് രാത്രികാലത്ത് ഈ ആരാധനയിൽ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഒരുമിച്ച് ആലയത്തിൽ കൂടി വരുവാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്നാൽ ഇന്ന് സന്ധ്യയെങ്കിൽ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ഈ പ്രാർത്ഥനയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ലെറ്റ് us thank God for all the ways that God has led us thus far. Let us thank God for His protection. Hallelujah. Let us thank God for all the blessings that we are enjoying in our lives. Hallelujah. Praise the Lord. Let us give thanks unto His holy name. ദൈവത്തിന്റെ നാമത്തിന് നന്ദി പറയാം. ദൈവനാമത്തെ വാഴ്ത്താം. തിരുനാമത്തിന്റെ മഹത്വം കരേറ്റാം. ദൈവിക പരിപാലനത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. ദൈവത്തിന്റെ പരിപാലനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. വരും ദിവസങ്ങളിലൊക്കെയുള്ള സ്തോത്രം വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ കർത്താവ് നമ്മെ വഴി നടത്തേണ്ടതിന്, പരിപാലിക്കേണ്ടതിന്, കർത്താവിന്റെ കൃപയിൽ നമ്മെ ഭദ്രമായി സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലത്തെ ഈ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ നൽകാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ സന്നിധാനത്തിൽ കടന്നു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പാദാന്തികെ അടുത്ത് വന്ന് കർത്താവേ ഹല്ലേലൂയ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വന്ന് അഭയം ചൊല്ലുവാൻ, പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ, അങ്ങേ ആരാധിപ്പാൻ അങ്ങ് ഒരുക്കുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടുവരുത്തിയ ദൈവജനത്തിനായി സ്തോത്രം. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവിക അനുഗ്രഹം എല്ലാവരുടെ മേലും അങ്ങ് ചൊരിയണമേ. ദൈവസന്നിധാനത്തിൽ ഞങ്ങളെ കൂടി വന്നിരിക്കുമ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കരുണ കാട്ടണമേ. അവിടുത്തെ മനസ്സലിവ് ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഹല്ലേലൂയ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ കൂട്ടായ്മയിൽ ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ മുറിവുകളെ കെട്ടണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ആകായ്മകൾ പോരായ്മകൾ ക്ഷമിച്ച് ഞങ്ങളെ അവിടുന്ന് ഉദ്ധരിക്കുമാറാകണം. ഉദ്ധാരണങ്ങളെ ദൈവമായ യഹോവ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസം ഞങ്ങൾക്കായി വെളിപ്പെടുത്തണം. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഉള്ളതുപോലെ കർത്താവേ ദൈവങ്ങളിൽ സമർപ്പിക്കുകയും ഞങ്ങളാകേണ്ടതുപോലെ ആയിത്തീരുവാൻ അവിടുത്തെ കരങ്ങളിൽ മെനയുവാൻ, പണിയപ്പെടുവാൻ സമർപ്പിക്കുന്നു. അല്പസമയങ്ങൾ ഞങ്ങൾ ദിവസങ്ങളിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും പേരായി അങ്ങ് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെ പ്രത്യേകാൽ അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അവരുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങൾ ചൊരിയണം. അവരെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അന്ന് നിങ്ങളുടെ പ്രാർത്ഥനയായും കേട്ടതിനാൽ സ്തോത്ര കർത്താവേ, യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്ര. പ്രാരംഭത്തിൽ ഒരു പാട്ട് പാടി അല്പസമയം ദൈവത്തെ ആരാധിച്ച അനന്തരം പ്രാർത്ഥനയിലേക്ക്, വചനധ്യാനത്തിലേക്കൊക്കെ പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. Will
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രാകാലങ്ങളിൽ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്ന ഹല്ലേലൂയ ഒരു തലമുറ എഴുന്നേൽക്കുവാൻ, ഹല്ലേലൂയ ഒരു കൂട്ടം എഴുന്നേൽക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവിക വിടുതൽ സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിന്റെ പ്രവൃത്തിയുടെ വിടുതലുകൾ നാം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥനിൽ അടച്ച് ദൈവസ്ഥനിൽ നമുക്ക് ദൈവത്തിന്റെ നാമത്തെ വാഴ്ത്താം. ഹല്ലേലൂയ, മനമൊരുകി വെള്ളം പോലെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നാം കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, വഴിത്തലയ്ക്കൽ തളർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നിലവിളിപ്പാനുള്ള പ്രവാചകന്റെ ആഹ്വാനം, ഹല്ലേലൂയ ഉണർന്നിടുവാനുള്ള ആഹ്വാനം, ഉണർവിനായി ദൈവം നമ്മെ ഒരുക്കേണ്ടതിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന വചനപ്രകാരം ഹല്ലേലൂയ കനിയുള്ള കർത്താവ്. ഹല്ലേലൂയ, നമ്മൾ ഗെത്സമനയിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ കരഞ്ഞ് നിലവിളിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ച നമ്മുടെ കർത്തൻ, ഹല്ലേലൂയ മാതൃക പിന്തുടരുവാൻ, യാമാരംഭങ്ങളിൽ രാക്കാലങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിലേക്ക് let us take a decision in the presence of God that I will pray in the presence, hallelujah, in the midst of all these troubles, hallelujah, in the midst of all these challenges we are here to pray. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ, hallelujah, we are here to submit ourselves before God with the decision to pray in the presence, hallelujah, ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, കർത്താവിന്റെ ഇഷ്ടമാരായുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു, നമുക്ക് വേണ്ടി എഴുന്നള്ളുന്ന, ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കണ്ണുനീരൊഴുക്കുമ്പോൾ, കണ്ണുനീർ തൂങ്ങുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ യഹോവയുടെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി കാലമായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. നാളെ പകൽക്കാലത്തെ ആരാധനയെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സ്തോത്രം വൈകുന്നേരം നടക്കുന്ന ഈ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. ദൈവസഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സഭയെ കർത്താവ് കാക്കട്ടെ. കർത്താവിന് മണവാട്ടിയായി, കർത്താവിന്റെ ഹല്ലേലൂയ കാന്തയായി കർത്താവ് വേരുകെട്ടി സൂക്ഷിക്കേണ്ട ദൈവത്തിന്റെ സഭ, ഹല്ലേലൂയ കർത്താവേ ഈ മുന്തിരിവള്ളിയെ നീ കടാക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശത്രുവിന്മേൽ തേർവാഴ്ച നടത്തുവാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ കരുണ ഈ ദൈവസഭയുടെ മേൽ, കർത്താവിന്റെ കാന്തയായ സ്തോത്രം ദൈവസഭയുടെ മേൽ ദൈവം വെളിപ്പെടുത്തുന്നതിനായി സഭയുടെ നാഥനായ കർത്താവിനോട് ഇന്ന് രാത്രികാലം നമുക്ക് അപേക്ഷിക്കാം. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ദൈവസ്ഥൽ നമുക്ക് താണ് വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ ഒരു വിടുതൽ, കർത്താവിന്റെ വിടുതലിന്റെ കരം വരും ദിവസങ്ങളിൽ ദൈവസഭയുടെ മേൽ വെളിപ്പെടുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ നമ്മുടെ ഉടയവൻ, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാകിയാൽ ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ ഇടപെടൽ ദേശത്തെ വേലയോടുള്ള ബന്ധത്തിൽ, കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ആത്മാർത്ഥമായ ദൈവത്തെ ആരാധിപ്പാനും ഭയഭക്തിയോടെ ഈ ദൈവത്തെ സേവിച്ച് മുന്നേറുവാനും തലമുറകളെ ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ അവരെ മറുവണച്ച് മുന്നേറുവാൻ, ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ശേഷിപ്പിനെ ഇവിടെ വാർത്തെടുക്കുവാൻ ഹല്ലേലൂയ മനസ്സ് കാണിക്കുന്ന ദൈവജനത്തോട് കൂടെ ഹല്ലേലൂയ യഹോവയായും പറയ ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, യഹോവ നിങ്ങളുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണല്ലോ. ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, നമ്മുടെ പ്രയോറിറ്റി ആരാധനയാകട്ടെ, നമ്മുടെ പ്രയോറിറ്റി ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ സേവിക്കുന്നതുമാകട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു ശേഷിപ്പിനെ ഒരുക്കിയെടുക്കുന്ന കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിയാകട്ടെ. ഹല്ലേലൂയ, നമ്മുടെ പ്രയോറിറ്റി. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവസഭയായി ദൈവസന്നിധിയിൽ അടുത്ത് വരും. കർത്താവ് ഞങ്ങളുടെ കുറവുകൾ ഓർക്കരുത്. ഹല്ലേലൂയ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ അങ്ങ് ഞങ്ങളുടെ മധ്യ അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ അത് അനുഭവിക്കുക മാത്രമല്ലാതെ അതിന് തക്കവണ്ണം നന്ദിയോടെ വിശ്വസ്തയോടെ നിൽക്കുവാനും ഞങ്ങൾ കഴിയാതെ പോയ കുറവുകൾ ഞങ്ങൾ ക്ഷമിച്ച് ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമഹത്വമാകട്ടെ, ദൈവിക വിശുദ്ധിയാകട്ടെ, ദൈവ സാന്നിധ്യമാകട്ടെ നമുക്ക് പ്രധാനം. മോശ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം, ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മുൻപായി പോകുന്നില്ലെങ്കിൽ ഒരു ചുവട് പോലും എടുക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. ദാറ്റ് ഈസ് നോട്ട് ഓൺലി ഫിസിക്കൽ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അക്ഷരികമായ ഒരു ചുവട് മാത്രമല്ല നമ്മുടെ മനസ്സിലെ ചിന്തയിൽ പോലും ഹല്ലേലൂയ ദൈവഹിതമില്ലാത്തൊരു ചുവടുവെപ്പ്, അടുത്ത ചിന്ത, ഹല്ലേലൂയ എന്റെ മനസ്സിൽ വരുന്ന അടുത്ത ചിന്ത ദൈവ സാന്നിധ്യം എന്നോട് കൂടെ വരാത്തൊരു ചിന്തയാണെങ്കിൽ അതിനെ തടയുവാനുള്ള ഒരു ആത്മശക്തി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ പ്രാപിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. അതിനായി നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. Let us pray like Moses prayed. Oh Lord, if your presence shall not go with us, you shall not send us forth. Hallelujah. Praise the Lord. That is not only about the physical step, hallelujah, but even in our mind, even in our thoughts, even in any of those steps that we take, let us pray that, oh God,
Without your will, we shall not take a step. Hallelujah. We shall not utter a word. Without your will, O Master, that shall be our prayer. Oh God will honor us. ദൈവം നമ്മെ മാനിക്കും, ദൈവം നമ്മെ പരിപാലിക്കും, ദൈവം നമ്മെ ഉദ്ധരിക്കും, ദൈവം നമ്മെ ദാസ്ഥാനപ്പെടുത്തും. ആ ദൈവത്തിന്റെ സന്നിധി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥന. എല്ലാ കുടുംബങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രതികാൽ പ്രാർത്ഥന ആവശ്യമുള്ള പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സഹായിക്കട്ടെ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്വന്തം പദ്ധതി വെളിപ്പെടേണ്ടതിനായി ദൈവഹിതപ്രകാരം മുന്നേറുവാനാകട്ടെ. യൂത്ത് മീറ്റിംഗിനായി പ്രാർത്ഥിക്കുക. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. പ്രതികൂലമായ കാലാവസ്ഥ നമുക്ക് മുമ്പിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ മധ്യത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പോക്കിലെ വരവിലെ വഴിയാത്രകളിൽ ഹല്ലേലൂയ അപകടങ്ങൾ ആപത്തുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ ഹല്ലേലൂയ നമ്മെയും നമ്മുടെ വാഹനങ്ങളെയും നമുക്ക് ഇരുപുറവും മുമ്പിലും പുറകിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളെയൊക്കെ തമ്പുരാൻ നിയന്ത്രിക്കേണ്ടതിനായി ദൈവത്തിന്റെ പരിപാലനം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, മനസ്സലിയുള്ള കർത്താവേ, ഞങ്ങളെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് ഒരു ശുഭയാത്ര നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവശക്തിയാൽ ഞങ്ങൾ നിറയപ്പെടുകയാകണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവ മഹത്വം ഞങ്ങൾ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എസ്രാ പ്രാർത്ഥിച്ചതുപോലെ, നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ജനത്തെ ചേർത്തണച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തരട്ടെ. ഹല്ലേലൂയ. അതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. ഒരു മടങ്ങി വരവ് ദൈവസഭയ്ക്ക് ദൈവം നൽകി തരുന്നതിനായി, ഈ ദേശത്ത് ദൈവം നമ്മെ ഹല്ലേലൂയ പോഷിപ്പിക്കുന്ന കൃപയ്ക്കായി, ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാ, നീതിമാനാ, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ആരൊക്കെ മാറിപ്പോയാലും മാറാത്തൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങളുടെ കൂടാരങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതിനായി ഒരു നിമിഷം ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. തകർന്ന് നുറുകിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരുണ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, സഹോദരങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം ചൊരിയുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും നിമിഷം ദൈവത്തെ സ്തുതിച്ച് മറ്റു ചിന്തകളൊക്കെ നമ്മിൽ നിന്ന് ദൂരത്തായിട്ട് ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം നമ്മെ ഇരുത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. രാത്രിക്കാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, ഹല്ലേലൂയ പ്രാണനെയും സന്ധിമജ്ഞങ്ങളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നത്, അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മെ രൂപപ്പെടുത്തേണ്ടതിനായി, കർത്താവ് നമ്മെ പണിയേണ്ടതിനായി, കർത്താവ് നമ്മെ ഹല്ലേലൂയ സ്തോത്രം ഒരു സർജിക്കൽ നൈഫ് പോലെ നമ്മെ ഹല്ലേലൂയ കീറി രൂപപ്പെടുത്തി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മെ പണിയേണ്ടതിനായി വിട്ടുകുഴി വിളിച്ചതിനെ കുറവേർത്ത കല്ലുകളായി ആലയത്തിൽ നാം കടന്നു ചെല്ലേണ്ടതിനായി ദൈവസന്നിധാനത്തിലേക്ക് നമ്മെ ഒരുക്കാം. നാം രൂപപ്പെടട്ടെ, നാം അനുഗ്രഹിക്കപ്പെടട്ടെ, നാം വിടുവിക്കപ്പെടട്ടെ. അതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. വാസ്തവമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കരുണ കാട്ടേണ്ടതിനായി, നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിക്കേണ്ടതിനായി, സകല പാപം പോക്കി ശുദ്ധിക്കുന്ന ക്രിസ്തുവിന്റെ നിർമ്മലമായ രക്തം ഇന്ന് രാത്രിക്കാലം നമ്മുടെ മേൽ തളിക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ആലിസാന്റി പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രിയ രൂപം ബ്രദറും പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഈ വിഷയങ്ങളെയൊക്കെ സമർപ്പിച്ച് രാത്രികാലത്തെ കൂട്ടായ്മയും ദൈവങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധന നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ ശനിയാഴ്ച വൈകുന്നേരത്തിനായി നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം. ഈ മീറ്റിങ്ങിലൂടെ അടിയങ്ങൾക്ക് ദൈവപാദപീഠത്തിലായിരിക്കാൻ ദൈവം തരുന്ന ഈ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ വാക്കിലെ ചിന്തയിൽ ഇടപാടുകളിലൊക്കെ വന്നുപോയ എല്ലാ ക്രൂശങ്ങളെയും ബലഹീനതകളെയും പോരായ്മകളെയും ഒക്കെ കർത്താവേ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ഒന്നുകൂടെ കഴുകി ഞങ്ങളോട് ക്ഷമിച്ച് അപ്പാ ഹല്ലേലൂയ അങ്ങയുടെ ഹിതം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും ദൈവോടൊന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുവാൻ കഴിയില്ലല്ലോ. ഓരോ ദിവസവും കർത്താവേ ദൈവത്തിന്റെ കേൾക്കുന്ന ദൈവത്തിന്റെ വചന നിമിത്തം കർത്താവേ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് ദൈവത്തിന്റെ തിരുവചനമാകിയാൽ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അവിടുന്ന് ഓരോ നിമിഷം തോറും അത് ക്രിയ ചെയ്യുവാൻ ദൈവോടൊന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയായി എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തിക്കായി ദൈവം ഒരുക്കിയെടുക്കുമാറാകണമേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് ഞങ്ങളുടെ വചനമാണ്. കർത്താവേ, ഞങ്ങളുടെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയാകിയാൽ
ദൈവോടൊന്ന് മനസ്സലിഞ്ഞ് കർത്താവെ യഥാസ്ഥാനപ്പെടുത്തേണ്ടുന്ന ഓരോ മേഖലകളിൽ ഒരു യഥാസ്ഥാനതയിലേക്ക് മടങ്ങി വരുവാൻ ദൈവോടൊന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ നാളത്തെ വിശുദ്ധ സഭായോഗത്തിനായി കൂട്ടായ്മയ്ക്കായി നന്ദിയോടങ്ങെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ആരും പ്രകൃതിയുടെ കർത്താവെ ഹല്ലേലൂയ അനുഭവങ്ങളിൽ ആരും ആയിത്തീരുവാൻ അനുവദിക്കാതെ എല്ലാവരും ക്ഷേമത്തോടെ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവോടൊന്ന് സഹായിക്കണമേ. കർത്താവെ യൂത്ത് മീറ്റിങ്ങിനായി സ്തോത്രയുടെയും ദൈവ പ്രവൃത്തികൾ കാണുവാൻ ദൈവം സഹായിക്കണം. ഇന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിനെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കർത്താവിന്റെ അഭിഷിക്തനെ അധികാരത്തോട് ദൈവം ഉപയോഗിക്കുമാറാകണമേ. കർത്താവെ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി വിളയത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണപ്പാ. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആരെങ്കിലും ശാരീരിക അസ്വസ്ഥതയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ പൂർണ്ണ വിടുതൽ ഉദ്ധാരണം അവിടുന്ന് നൽകി ദൈവമേ ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും നൽകി അവിടുന്ന് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. യൗവനക്കാർക്കായി സ്തോത്രം, പ്രായമുള്ള മാതാപിതാക്കൾക്കായി സ്തോത്രം, ഏവരെയും ബലമുള്ള കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ രാത്രികാലം കർത്താവെ വിവിധ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഇങ്ങനെ ചുരുക്കമായി പ്രാർത്ഥിപ്പന്തുന്ന അവസരത്തെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ. ഇന്നത്തെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവമേ വീണ്ടും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങൾ തരുന്നു കർത്താവെ, സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങൾ തരുന്നു. കരം പിടിച്ച് ഓരോരുത്തരെയും ദൈവം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയെ തരുന്നു കർത്താവെ, ദേശത്തെ വേല അങ്ങയുടെ കരങ്ങൾ തരുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിനായി സ്തുതിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിനായി സ്തുതിക്കുന്നു. വീണ്ടും സഹായിക്കണം. അങ്ങയുടെ കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ കുടുംബമായി തരുന്നു. സഹായിക്കണം, മാനിക്കണം, വീണ്ടും ഹല്ലേലൂയ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഇത്രത്തോളം സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. വീണ്ടും സഹായിക്കണേ. സകല എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ കരങ്ങൾ തരുന്നു കർത്താവേ. ഓരോരുത്തരെയും ദൈവകൃപയിൽ സൂക്ഷിക്കണം കർത്താവേ. കർത്താവ് ആഗ്രഹത്തിൽ മുന്നേറുവാൻ സഹായിക്കണം. ഞങ്ങളോട് കരുണ തോന്നണം കർത്താവേ. ഞങ്ങളെ പണിയണം കർത്താവേ. കുറവുകളൊക്കെ കർത്താവ് ക്ഷമിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന ദിവസങ്ങൾ മുന്നേറുവാൻ ദൈവം സഹായിക്കണം കർത്താവെ. അങ്ങയ്ക്ക് വേണ്ടി അധികം പ്രയത്നപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കണം കർത്താവെ. ദൈവത്തിന്റെ കൃപയിൽ കർത്താവ് സൂക്ഷിക്കണം, പരിപാലിക്കണം കർത്താവെ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങളുടെ പൈതങ്ങളെ, പിഞ്ചു പൈതങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങൾ തരുന്നു കർത്താവെ. ഓരോരുത്തരെയും ദൈവം സൂക്ഷിക്കണം. ദൈവവചനത്താൽ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹായിക്കണം കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ കരം നീട്ടി വിടുവിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളത്തെ ആരാധനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂത്ത് മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണം കർത്താവെ. കാലാവസ്ഥകൾ ഞങ്ങൾക്ക് അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ദൈവം പരിപാലിച്ച കർത്താവ് വീണ്ടും ഞങ്ങളെ പരിപാലിക്കണം. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടതായ കൃപകൾ നൽകി ഓരോ ദിവസവും ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിഷയങ്ങളും അപ്പന്റെ കരങ്ങളിൽ തരുന്നു. പ്രാർത്ഥന ഇന്നത്തെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. ദേവദാസിലൂടെ ഞങ്ങളോട് വീണ്ടും സംസാരിക്കണം കർത്താവെ. വലിയ വിടുതലിന്റെ ദൈവം കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം കർത്താവ്. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാവേളയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നിങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവപാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മെ കടാക്ഷിപ്പാൻ, കർത്താവ് നമ്മെ കരുതുവാൻ, ദൈവം നമ്മെ ബലപ്പെടുത്തുവാൻ, സ്തോത്രം, നമുക്ക് പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നതാ. ദൈവത്തിന്റെ വചനം നമ്മെ വഴി നടത്തുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. ആഴിയിൽ പാതയൊരുക്കിയ ദൈവത്തിന്റെ സ്തോത്രം സാന്നിധ്യം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പലപ്പോഴും പറയാറുള്ളത് പോലെ ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി. സ്തോത്രം. കൂരിൽ താഴ്വരയിൽ കൂടെ നാം നടന്നാൽ നമുക്ക് അനർത്ഥം ഭവിക്കാതെ നമ്മെ താങ്ങി നടത്തുന്ന ദൈവത്തിന്റെ സ്തോത്രം വചനം. ഹല്ലേലൂയ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഭക്തന്മാർക്ക് സ്തോത്രം ഇത് ആശ്രയമായിരുന്നു. ഭക്തന്മാർ രൂപപ്പെട്ടത് ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ സാന്നിധ്യത്താലുമാണ്. ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെയും ബലപ്പെടുത്തുന്ന സ്തോത്രം, നമ്മെയും ശക്തിപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മളിലേക്ക് വിടുതലിന്റെ ശക്തി അയക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ നമുക്ക് ലഭിച്ച
ഈ ഭാഗ്യ പദവി ഓർത്ത്, ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ച് സ്തോത്രം പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 30-31 വാക്യം നമുക്ക് വായിക്കാം. വളരെ പരിചയമുള്ള, നമുക്കെല്ലാം പരിചിതമായ ഒരു വേദഭാഗമാണ്. ഐസയ്യാ ചാപ്റ്റർ 40 വേഴ്സ് 30 and 31. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Even youths shall faint and be weary, and young men shall fall exhausted. But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. Praise the Lord. Hallelujah. ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വേദഭാഗം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനഃപ്പാഠമായി പറയുന്ന ഒരു വേദഭാഗമാണ്. Our kids all know this very well. They recite this by heart. ഈ വാക്യങ്ങൾ പ്രവാചകനായ യെശയ്യാവ് 40-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ, സ്തോത്രം, 40-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം തന്നെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സ്തോത്രം, ദൈവത്തിന്റെ ജനത്തിന്റെ ഉദ്ധാരണത്തെ മുൻനിർത്തി എഴുതപ്പെട്ട സ്തോത്രം അധ്യായമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപത്താൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിച്ച് പ്രവാസത്തിലേക്ക് പോയ ഒരു കൂട്ടം ജനത്തെ നോക്കി യഹോവയായ ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ മധ്യേ എന്റെ പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. സ്തോത്രം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, ഇന്നതാണ് കാരണങ്ങൾ നിരത്തി വെക്കുവാനുണ്ട്. സ്തോത്രം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇതിന്റെ പശ്ചാത്തലങ്ങൾ പറയാനുണ്ട്. പ്രവാസത്തിൽ ബാബിലോണിലേക്ക് പോയ ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ ആലോചന അറിയിപ്പാൻ ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഒരുവനാണ് യെശയ്യാവ്. സ്തോത്രം. യെശയ്യാവ് ജനത്തിന്റെ ഉദ്ധാരണമാണ് പ്രവചിച്ചത്. സ്തോത്രം. The restoration of the people of God. That is what Isaiah has preached. Praise the Lord. പ്രിയ ദൈവമക്കളെ, നമുക്കും ഈ ദിവസങ്ങളിൽ ഒരു ഉദ്ധാരണം ആവശ്യമാണ്. We also need a restoration. We all, with one word, with one sound, with one voice, we shall say, കർത്താവെ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഹല്ലേലൂയ. ഞങ്ങൾക്കത് ആവശ്യമാണ്. അല്ലാതെ ആർക്കാ ചെയ്യുവാൻ കഴിയുന്നത്? മാനുഷിക കരത്തിന് അത് ചെയ്യുവാൻ കഴിയത്തില്ല. സ്റ്റോപ്പ്. അത് ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും ദൈവത്തിന്റെ വചനത്തിനുമാണ്. ഈ നാളുകളിൽ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുക, ദൈവത്തിന്റെ വചനം നമ്മിൽ ക്രിയ ചെയ്യുക, ദൈവത്തിന്റെ വചനം നമ്മെ രൂപപ്പെടുത്തുവാൻ കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ നമ്മെ ഏൽപ്പിച്ചു നൽകുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും എന്നുള്ളത് നാം മനസ്സിലാക്കണം. സ്തോത്രം. Without that, a spiritual upbringing, a spiritual upbuilding is not possible without being yielding in the presence of God. Hallelujah. ദൈവകരങ്ങളിലേക്ക് നമ്മെ താഴ്ത്തി സമർപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മെ പണിയുന്നത്. താഴ്മയോടെ വിനയത്തോടെ ആര് ദൈവകരങ്ങളിൽ ഇരുന്നിട്ടുണ്ടോ അവരാരും രൂപപ്പെടാതിരുന്നിട്ടില്ല, അവരാരും ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാതിരുന്നിട്ടില്ല. സ്തോത്രം. Hallelujah. So many times we usually say, our teachers, we all have studied in schools and colleges and universities, and they give us test. Teachers, no one likes test. Even the bright student, even the brightest student, they don't like test. അല്ലേ? സ്തോത്രം. അല്ലേ? നമുക്കറിയാം, ഏറ്റവും മിടുക്കനായ കുട്ടിക്ക് പോലും എന്താണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടമുള്ള കാര്യമല്ല. ടീച്ചർമാർ ടെസ്റ്റ് ഇടുന്നത് എങ്ങനെയാ? പഠിപ്പിച്ച ശേഷം ആ പഠിപ്പിച്ച പുസ്തകങ്ങളെ ആധാരമാക്കി, വിഷയങ്ങളെ ആധാരമാക്കിയാണ് നമ്മെ ടെസ്റ്റ് ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പാഠശാലയിൽ പലപ്പോഴും ടെസ്റ്റാണ് ആദ്യം വരുന്നത്, പിന്നാണ് ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അതാ പലതും അങ്ങനെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ടെസ്റ്റിംഗ് ഷാൽ കം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയുന്നു, അതിനുശേഷം പറയുന്നത്, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം പിന്നെ ആ ദൈവത്തിന്റെ പ്രവൃത്തിയും പദ്ധതിയും അവനിൽ വെളിപ്പെടുന്നത്. Many times we have no clue what is happening. Many times we stand ഗ്രീഫ് സ്ട്രിക്റ്റൻ ഓർ ഷോക്ക് സ്ട്രിക്റ്റൻ. നമ്മൾ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ അവിടെയും നമ്മുടെ ദൈവം നമ്മെ കൈവിട്ടിട്ടില്ല എന്ന്, ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളത്. സ്തോത്രം. ഒരു കഴുകൻ കുഞ്ഞ് താഴേക്ക് നിലം പതിക്കുമ്പോൾ നാം പാടുന്ന പാട്ടാതെ നിലം പരിചാകാതെ ചിറകിന്മേൽ വഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള പതനം, ഹല്ലേലൂയ, അത് സുഖകരമായൊരു കാര്യമല്ല. എന്നാൽ അത് പാഠശാലയിൽ നമ്മെ പരീക്ഷിക്കുന്ന, നമ്മെ ടെസ്റ്റ് ചെയ്യുന്ന, നമ്മെ രൂപപ്പെടുത്തുന്ന, നമ്മെ പണിയുന്നതിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത്
അവൻ ചിറകിന്മേൽ നമ്മെ വഹിക്കുമ്പോഴാ. ഹല്ലേലൂയ. താഴേക്ക് നിലം പതിക്കുമ്പോൾ കൂർത്ത കല്ലുകൾ താഴെയുണ്ട്. ഹല്ലേലൂയ. ദുഷ്ടമൃഗങ്ങൾ താഴെയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും പോയിട്ടില്ലാത്ത ഇടങ്ങൾ കൂടിന്റെ, ഹല്ലേലൂയ, ആ പക്ഷിക്കൂടിന്റെ ആ സുഖലോലുപതയിലായിരുന്ന ആ പക്ഷിക്കുഞ്ഞിന്, ആ കഴുകൻ കുഞ്ഞിന്, സ്വതന്ത്ര eaglet that was comfortably placed inside the nest. But one day the nest is gone, the comfort is gone, and it is falling down. But one thing shall happen: when it is falling down, the mother eagle shall come beneath it, and താഴേക്ക് വന്നിട്ട് it will carry the eaglet upon its wings. Praise the Lord. Again the process happened, again and again. Eventually the eaglet will learn to fly, and once it start flying, hallelujah, ഒരിക്കൽ അത് പറക്കുവാൻ ആരംഭിച്ചാൽ പിന്നെ ഉയരങ്ങൾ താണ്ടുവാൻ വിളിക്കപ്പെട്ടവരാണ്. കൂട്ടിൽ അകപ്പെട്ടിരിക്കുവാനല്ല, കംഫർട്ടിലിരിക്കുവാനല്ല, ചിറകുകൾ വിരിച്ച് മറ്റേത് പക്ഷിയും, ഹല്ലേലൂയ, പറക്കുന്നതിനേക്കാൾ ഉയരത്തിൽ പറക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാറ്റും കോളും കാർമേഘങ്ങളും, പ്രൈസ് ദി ലോർഡ്, ആകാശമണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ, നിറയുമ്പോൾ മറ്റു പക്ഷികൾ കൂടണയും. മറ്റു പക്ഷികൾ മരത്തിന്റെ ചില്ലകളിൽ അഭയം പ്രാപിക്കുമ്പോൾ കഴുകന്റെ സ്വഭാവം, ഈഗിൾ, വാട്ട് ദ ഈഗിൾ ഡസ്, ഇറ്റ് ഫ്ലൈസ് എബവ് ദ റെയിൻ ക്ലൗഡ്. മഴ മേഘങ്ങൾക്ക് മീതെ, പ്രതികൂലങ്ങൾക്ക് മീതെ പറക്കുവാൻ കഴുകന്റെ കുഞ്ഞിനെ കഴിയാറുള്ളൂ. എന്തുകൊണ്ടെന്നറിയാമോ? ഇറ്റ് ഹാസ് ഗോൺ ത്രൂ ദ ട്രെയിനിങ്. ഹല്ലേലൂയ. അത് അതിനാണ് കടന്നുപോയവരാ. ഈ ട്രെയിനിങ് ലഭിക്കുന്ന മറ്റൊരു പക്ഷിയില്ല കേട്ടോ. പ്രിയമുള്ളവരെ, ഉയരെ പറക്കുവാൻ, പ്രതികൂലങ്ങളെ താണ്ടി മുന്നേറുവാൻ വിളിക്കപ്പെട്ട നമുക്ക് പരാജയങ്ങളും പരാജയ ഭീതികളും, ഹല്ലേലൂയ, സ്തോത്രം, താഴേക്ക് പതിക്കുന്നത് പോലെയുള്ള ഒരുവൻ നമ്മെ താങ്ങുവാനില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ രാത്രിയുടെ യാമങ്ങളിൽ ഹൃദയം പൊട്ടി ദിവസം കരയുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഒരു കാര്യം ഉറപ്പാ, നീ ഉയരെ പറക്കുവാൻ വിളിക്കപ്പെട്ടവനാ, നീ ഉയരെ പറക്കുവാൻ വിളിക്കപ്പെട്ടവളാ. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുക, പ്രൈസ് ദി ലോർഡ്, those who wait upon the Lord, hallelujah, praise the Lord, യഹോവയെ കാത്തിരിക്കുന്നവർ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയെ കാത്തിരിക്കുന്നവർ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നാം ആ വേദഭാഗം വായിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. those who wait on the Lord shall renew their strength. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ഈ വേദഭാഗം എടുത്ത് പ്രസംഗിച്ചിട്ടുള്ള വേദഭാഗം, എങ്കിലും ഈ ദിവസങ്ങളിൽ ഇത് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവർ, ഇവിടെ കാത്തിരിക്കുമ്പോൾ സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങൾ പറയുന്നു. അതിന് മുമ്പായി പറയുന്നുണ്ട്, ക്ഷീണിച്ചു പോകുന്നവരുണ്ട്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. പ്രൈസ് ദി ലോർഡ്. യഹോവയെ കാത്തിരിക്കുന്നവർ, സ്തോത്രം, എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ് ഇതിനെല്ലാം നിർണയിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. The waiting upon the Lord is so crucial here. Praise the Lord. Waiting upon the Lord is very crucial. യഹോവയെ കാത്തിരിക്കണമെന്നുള്ളത് വളരെയധികം നിർബന്ധമായി പ്രവാചകൻ നിഷ്കർഷിക്കുക. കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള, സ്തോത്രം, ഹല്ലേലൂയ, ധൃതിയായി, ഹല്ലേലൂയ, ജഡത്തിന്റെ അഭിലാഷങ്ങൾ, ജഡത്തിന്റെ സിഗ്നൽസ്, പുറമേയുള്ള വാക്കുകള്, മനുഷ്യരുടെ വാക്കുകള്, സ്തോത്രം, മുൻപിൽ നടക്കുന്നത്, ഹല്ലേലൂയ, നാട്ടുനടപ്പ്, രീതികള്, സ്തോത്രം, എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കാറുണ്ട്. ആളുകളുടെ വാക്കുകൾ നമ്മെ സ്വാധീനിക്കാറുണ്ട്. ആളുകളുടെ ആലോചനകൾ മാനുഷിക ആലോചനകൾ നമ്മെ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ ജഡം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ, നമ്മുടെ സെൻസറി ഓർഗൻസിനാൽ നാം സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ വരുന്നത്, ചിന്തയിൽ വരുന്നത്, ഇതൊക്കെ നമ്മെ സ്വാധീനിക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നാം പലപ്പോഴും പലതും പ്രവർത്തിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, അതനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്താറുണ്ട്. എന്നാൽ ദൈവശബ്ദം കേട്ട് ദൈവവചനപ്രകാരം, ഈ വചനത്തിന്റെ ഉറവിടമായ ദൈവം ജീവനുള്ള ദൈവമാണെന്നും ഈ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്നും അവന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും, ഹല്ലേലൂയ, നിഷ്ഫലമാകയില്ലെന്നും യോ പറഞ്ഞതുപോലെ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ആലോചന ഒന്നും നിഷ്ഫലമാകത്തില്ലെന്നും ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ കാത്തിരിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം.
They are not in a hurry. They are not in a haste. They don't respond hastily. ഹല്ലേലൂയ. കാലിന്റെ കീഴിൽ നിന്നും മണ്ണ് മാറിപ്പോകുന്ന അനുഭവം വന്നാലും എല്ലാ പിടിയും വിട്ടു നിൽക്കുമ്പോഴും അവൻ ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം. ഹല്ലേലൂയ. വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ് ഈസ് സോ ക്രൂഷ്യൽ. യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. സ്തോത്രം. ശക്തി വരുവാൻ സാധ്യതയുള്ള, ശക്തിയെക്കുറിച്ച് യാതൊരു സംശയവുമില്ലാത്ത, സ്തോത്രം, ഒരു കാലയളവിനെ കുറിച്ചാണ് 30-ാം വാക്യത്തിൽ പറയുന്നത്. യൗവനവും ബാല്യവും ടീനേജ് പ്രായവും, സ്തോത്രം, ഇതൊക്കെ അല്ലേ നമുക്കറിയാം. ഈ പ്രായങ്ങളിലൊക്കെ നമുക്ക് ശക്തിയെക്കുറിച്ച്, ശക്തി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയവും നമുക്കില്ല. സ്തോത്രം. അവർ ബലവാന്മാരാ. സംശയം കൂടാതെ, ചോദ്യം കൂടാതെ ബാല്യക്കാർക്ക് ശക്തിയുണ്ടെന്ന്. സ്തോത്രം. യൂത്ത്ഫുൾ ഏജ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യങ്, അവർക്ക് ശക്തിയുണ്ട്. സ്തോത്രം. അവർക്ക് ബലമുണ്ട്. അവർക്ക് ആരുടെയും ആശ്രയം, പരസഹായം കൂടാതെ അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. നാമം ചോദിക്കാറുണ്ട്, എത്രയും വളർന്നില്ലയോടാ, ഇനി തനിയെ കാര്യങ്ങൾ ചെയ്യല്ലോ എന്ന് നമ്മൾ ചോദിക്കുന്നൊരു പ്രായം. സ്തോത്രം, അല്ലേ? സഹായം, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിപ്പാൻ കഴിയുമെന്ന് നമുക്കും തോന്നും, നാട്ടുകാർക്കും തോന്നുന്നൊരു പ്രായം. സ്തോത്രം. എന്നാൽ യഹോവയായ ദൈവം പറയാ, അങ്ങനെയുള്ളവർ തളരുന്ന, സ്തോത്രം, അങ്ങനെയുള്ളവർ തളർന്നു വീഴുന്ന, ഇടറുന്ന വേളയിൽ യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒന്നുണ്ട്. സ്തോത്രം. ഒരിക്കലും ചോർന്നു പോകാത്ത, ഒരിക്കലും എന്നിൽ ശക്തി ഇല്ല എന്ന് ഒരിക്കലും അവർക്ക് തോന്നാത്ത തരത്തിലുള്ള, സ്തോത്രം, ഹല്ലേലൂയ, അത് ഏത് പ്രായത്തിലുള്ളവർക്കും ലഭ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ചോദ്യമുണ്ട്, പ്രായാധിക്യത്തിലും അത് ലഭിക്കുമോ? പ്രായത്തിന്റെ ഒരു അളവ് കഴിഞ്ഞും ഈ ശക്തി എനിക്ക് ലഭിക്കുമോ? ചെറുപ്പക്കാർക്കൊക്കെ ശക്തി ലഭിക്കുമായിരിക്കും. പ്രായം കഴിയുമ്പോൾ ഒരു പ്രായം, എന്താണ് ഇതിനെക്കുറിച്ച് ഇവിടെ പറയുന്ന ശക്തി എന്താണ് പ്രിയമുള്ളവരെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത് പോലെ എൻ്റെ അകത്തെ മനുഷ്യന്റെ ശക്തി, എൻ്റെ അകത്തെ മനുഷ്യൻ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, എൻ്റെ പുറമേ ഉള്ളവൻ ക്ഷയിക്കുമ്പോൾ അകത്തെ ഉള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന, ആത്മശക്തിയോടെ മുന്നേറുന്ന, സ്തോത്രം, ഒരു കൂട്ടം ജനം. ഇവിടെ പറയുന്ന പശ്ചാത്തലം ബാബിലോണിയൻ, സ്തോത്രം, ബാബിലോണിലെ, സ്തോത്രം, ഹല്ലേലൂയ, പ്രവാസമാണ്. ദ എക്സിലിക് ലൈഫ് ഇൻ ബാബിലോൺ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 40-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, നാം വായിച്ച അധ്യായത്തിന്റെ 1-ാം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, പ്രൈസ് ദി ലോർഡ്, ആശ്വസിപ്പീൻ എന്നല്ല, ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചും ഇരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവീൻ. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിനോടുള്ള ദൈവത്തിന്റെ ദൂത, ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ദൂത, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ ദൂത. അവർ തെറ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവർ കുറ്റം ചെയ്തു, ദൈവസന്നിധിയിൽ പാപം ചെയ്തു. പ്രിയമുള്ളവരെ, പലപ്പോഴും ഹല്ലേലൂയ ശക്തി നഷ്ടപ്പെടുന്ന, ഹല്ലേലൂയ നമ്മുടെ ഊർജം തോർന്നു പോകുന്ന, നമ്മുടെ ബലഹീനതയ്ക്ക്, നമ്മുടെ രോഗത്തിന്, നാം അനുഭവിക്കുന്ന ശിക്ഷയ്ക്കൊക്കെ പലപ്പോഴും കാരണം പാപമാകാം. സ്തോത്രം. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും കാരണം പാപമാകാം. പ്രൈസ് ദി ലോർഡ്. പാപത്തെക്കുറിച്ച്, തെറ്റിനെ കുറിച്ച് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചാൽ, സ്തോത്രം, ഹല്ലേലൂയ, നാം ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്താൽ, ആ വ്യക്തിയോട് അപേക്ഷിച്ചാൽ, ഒരാൾക്ക് വേദന തോന്നിയാൽ, സ്തോത്രം, അപേക്ഷിച്ചാൽ, എന്നോട് ഒരുപാട് പേര് ദിവസങ്ങളിൽ ക്ഷമ ചോദിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്തിനാണ്, പക്ഷെ ഒരുപാട് ഭാഷ ക്ഷമിക്കണം. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, എന്നെ ചൊല്ലി നിങ്ങൾ ആരും കരയണ്ട. സ്തോത്രം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. സ്തോത്രം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ദൈവദാസനെ ചൊല്ലി ആരും വിഷമിക്കണം. കാരണം ഞങ്ങളുടെ ജോലിയാണിത്, ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറയുക. സ്തോത്രം. ഹല്ലേലൂയ. നാം ജീവിക്കുന്നതിന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അത് ഭൗതികമായും ആത്മീകമായും ശരിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലതും സഹിക്കുന്നത് പറയും. സ്തോത്രം. ഹല്ലേലൂയ. അത് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലും, സ്തോത്രം, നമ്മുടെ സഭാ കുടുംബത്തോടുള്ള ബന്ധത്തിലും നാം അത് കാണിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങൾ കാണും, സഭയിൽ കാണണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എവിടെയാണ് നമ്മുടെ തീരുമാനങ്ങളെ നാം നടപ്പിലാക്കുന്നത്, അവിടെയാണ് നാം അതിനെ കൊയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തെ അടിസ്ഥാനമാക്കി ദൈവത്തിന്റെ ദാസന്മാർ പലരും പറഞ്ഞതും ദൈവത്തിന്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ വായിച്ച വേദഭാഗം, നാം വായിച്ച 2 വാക്യങ്ങൾ വായിച്ച അവിടെ പറയുന്നുണ്ട്, അകൃത്യം മോചിച്ചു, പക്ഷേ അതിന്, സ്തോത്രം, ഇരട്ടിയായ ഒരു പ്രാപിക്കുകയും ചെയ്തു. സ്തോത്രം. അതിനർത്ഥം
God will forgive our iniquities. But there is consequence always for what we are doing. Praise the Lord. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെ ദൈവം ശിക്ഷിക്കാതെ വിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, God saw a man according to God's own heart. Any one of us cannot claim that. Hallelujah. Those who are living in this era, those who are living in this age, we cannot claim that. But David was a person who lived according to God's own heart. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്ന, ഒരു ചുവടെടുത്ത് വെക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം ആരാഞ്ഞറിഞ്ഞ് ചെയ്യുന്ന, ദൈവത്തിന്റെ ഹൃദയപ്രകാരം ദൈവം രൂപപ്പെടുത്തിയ, ആട്ടിടയനായവനവനെ ഹല്ലേലൂയ സിംഹാസനത്തിലേക്ക് ദൈവം എത്തിച്ച, എന്റെ ഇഷ്ടം നിറവേറപ്പെടുവാൻ ഞാൻ അഭിഷേകം ചെയ്ത അഭിഷിക്തനെന്ന് ദൈവം സാക്ഷാൽ സാക്ഷ്യം പറഞ്ഞ ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്നോട് ഞാൻ ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നീ ചെയ്ത കുറവിന്റെ, കുറ്റത്തിന്റെ, പാപത്തിന്റെ, ഹല്ലേലൂയ സ്തോത്രം, പരിണിത ഫലം നിന്റെ ജീവകാലത്ത് നീ അനുഭവിച്ചേ മതിയാകും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പങ്ക് പ്രാപിപ്പാൻ ആരും വരികയില്ല, അതിന്റെ പങ്ക് കൊള്ളുവാൻ ആരും വരികയില്ല. എത്ര സ്നേഹിക്കുന്നവരും അത് വരികയില്ലെന്നുള്ളത് നാം ഓർത്തോണം. സ്തോത്രം. സോ ബിഫോർ വി ടേക്ക് എ സ്റ്റെപ്പ്, ബിഫോർ വി ഗോ ഫോർ എ കൗൺസിൽ, ബിഫോർ വി വർക്ക് അഗൻസ്റ്റ് anyone, before we utter a word against anyone, before we silently and wisely manifest things in our heart, praise the Lord, നമ്മൾ വളരെ ബുദ്ധിപൂർവമായി, വളരെ ഹല്ലേലൂയ വൈഭവത്തോടെ കാര്യങ്ങളെ മാനുഷികാത്മാവിന്റെ സഹായത്തോടെ, മാനുഷിക ബുദ്ധിയോടെ നാം മെനയുമ്പോൾ ഉയരത്തിലെ ഒരു ദൈവം കാണും നാം വിചാരിച്ചോണം. ഹല്ലേലൂയ. പ്രിൻസ് പാസ്റ്റർ വന്നപ്പോൾ പറഞ്ഞു, സ്തോത്രം, ദൈവത്തിന്റെ ശരീരമായ സഭയുടെ പുറത്ത് ടാറ്റു അടിക്കരുത്. സ്തോത്രം. അതൊരു കഥ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. സ്തോത്രം. ഒരു സഹോദരൻ പോയി ടാറ്റു അടിച്ചു. ടാറ്റു അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് റിയാക്ഷനായി. ടാറ്റു എല്ലാവർക്കും പിടിക്കത്തില്ല. ടാറ്റു അടിച്ച് റിയാക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. മെഡിക്കൽ ഇൻഷുറൻസുകാരോട് പറഞ്ഞു, ഇൻഷുറൻസ് പറഞ്ഞു, ടാറ്റു അടിച്ച് പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കവർ ചെയ്യത്തില്ല. സ്തോത്രം. അപ്പൊ അതിന് കവറേജ് ഇല്ല. രോഗം വന്നാൽ ഞങ്ങൾ കവർ ചെയ്യും, ആക്സിഡന്റ് പറ്റിയാൽ കവർ ചെയ്യും, പക്ഷെ നീ ടാറ്റു അടിച്ചുള്ള പരിപാടിക്ക് ഇൻഷുറൻസ് കവറേജ് ഇല്ല, നീ തന്നെ അത് അനുഭവിച്ചോണം എന്ന് പറയുന്നത് പോലെ, സ്തോത്രം, ദൈവസഭയാകുന്ന ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ, പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനാ അറിയാവോ? മാനുഷികമായി. സ്തോത്രം. നമ്മൾ പറയും, അയ്യോ എൻ്റെ ഭാര്യ എനിക്ക് വലിയ സ്നേഹമാണ്, കുഞ്ഞുങ്ങളെ സ്നേഹമാണ്, സ്തോത്രം, ഇന്നാരെ സ്നേഹമാണ്, നമ്മൾ ഐ ലവ് യു ഹണി എന്നൊക്കെ പറയും ഒരുപാട് നമ്മൾ പറഞ്ഞാലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ. സ്തോത്രം. നമ്മുടെ ശരീരം വിട്ടൊരു കളി നമുക്കില്ല. സ്തോത്രം. ദിസ് ഇസ് എ നാച്ചുറൽ ലോ, ബട്ട് ദിസ് ഇസ് വെരി ട്രൂ വിത്ത് ഗോഡ് ഓൾസോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയെ വിട്ടൊരു പരിപാടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശരീരമാകുന്ന കർത്താവ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ, അതിന്റെ മൂല്യം നാം മനസ്സിലാക്കണം. അതിന്റെ പുറത്ത് ടാറ്റു അടിക്കുക, അതിന്റെ പുറത്ത് നമ്മുടെ ഇംഗിതങ്ങളെ, ഹല്ലേലൂയ സ്തോത്രം, വെക്കുവാൻ ശ്രമിക്കുമ്പോൾ, അത് ദൈവദാസനാണെങ്കിലും, പലപ്പോഴും നമ്മൾ ദൈവദാസന്മാർക്ക് പലപ്പോഴും അഡ്മന്റ് ആണ്. സ്തോത്രം. ഞങ്ങൾ പറയുന്ന പോലെ നടക്കാവ് എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം മസിൽ പിടിക്കും. പക്ഷെ ഇതൊക്കെ നാം മനസ്സിലാക്കണം. ദീസ് ആർ തിങ്സ്. Hallelujah. But before we do something against the church, before we do something on the body of Christ, before we follow the voice of the Spirit, we have to know one thing. Hallelujah. For our God, the church is so dear. ദൈവ സഭ എന്നത് ദൈവത്തിന് വളരെ പ്രിയമുള്ളതാണ്. Praise the Lord. ദൈവത്തിന്റെ കാന്തയാണ്. സ്തോത്രം. അപ്പൊ ദൈവസഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും മറ്റെന്താണെങ്കിലും മറ്റുള്ള വ്യക്തിയോടാണെങ്കിലും, സ്തോത്രം, ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കർത്താവിന്റെ ശരീരമാണ്. കർത്താവിന്റെ ശരീരമായ സഭയുടെ അംഗങ്ങളാണ് നമ്മൾ എല്ലാവരും. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ശരീരത്തിന്റെ പല അവയവങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഇസ്രായേൽ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുകയാ, നിങ്ങൾ ഇരട്ടി പങ്കിയായി പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തിരഞ്ഞെടുത്തതായതുകൊണ്ട് ഞാൻ അവരെ അത് ഓവർലുക്ക് ചെയ്യുന്നില്ല. സോ ദർ ഇസ് കോൺസിക്വൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും, സ്തോത്രം, വളരെ കഷ്ടതയിലാകുമ്പോൾ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കും, ഒരു വിടുതലുമില്ല. സ്തോത്രം. ഒരു വിടുതലുമില്ല, ഒരു സൗഖ്യമില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും ദൈവദാസന്മാരോടും ഇത് കോൺസിക്വൻസ് ആണ്. സ്തോത്രം. ഇത് കോൺസിക്വൻസ് ആണ്. ഇതിനൊരിക്കലും മറുപടിയില്ല. സ്തോത്രം. അത് അവർ തനിയെ അനുഭവിച്ചേ മതിയാകൂ. സ്തോത്രം. എന്നാൽ ഇവിടെ ശക്തിയെക്കുറിച്ചാണല്ലോ നാം പറയുന്നത്. ഹല്ലേലൂയ.
തളർച്ച മാറുന്നതിനെ കുറിച്ച് നാം പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് സ്തോത്രം, ക്ഷീണിക്കാതെ ഓടുന്ന കാര്യമാണ് പറയുന്നത്, നടക്കുന്ന കാര്യമാണ്, തളരാതെ ഓടുന്ന കാര്യമാണ് പറയുന്നത്. കഴുകനെ പോലെയുള്ള ശക്തി. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ള അതിലേക്ക് വീണ്ടും പോകുന്നില്ല. കഴുകന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കഴുകൻ കുഞ്ഞിനെ പറത്തുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതിനുശേഷം കഴുകന്റെ ഓരോ ലൈഫ് സ്റ്റേജിലും ഈ ചിറകൊക്കെ കൊഴിഞ്ഞൊരു റിന്യൂവൽ സമയമുണ്ട്. അതെന്ന് പറയുന്നത് പഴയതുപോലെ അവരാകും. സ്തോത്രം, ഇവൻ തീർന്നു, ഇവന്റെ കാര്യമൊക്കെ പോയി, ഇനിയും പൊങ്ങത്തില്ല എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. മറ്റു പക്ഷികളെ നോക്കുമ്പോൾ ചിറകൊക്കെ തൂവലൊക്കെ കൊഴിഞ്ഞ്, സ്തോത്രം, ഇത് ഒതുങ്ങുന്ന, എന്നാൽ അതിന്റെ റിന്യൂവൽ പ്രോസസ്സാണ്. സ്തോത്രം, അതിന്റെ തൂവൽ പിന്നെ കിളിച്ച് അത് വീണ്ടും പഴയതുപോലെ അതിന്റെ യൗവനത്തിലേക്ക് അത് മടങ്ങി വരുന്നൊരു പക്ഷിയാണ് കഴുകൻ. ദിസ് ഇസ് എ പ്രോസസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്ട് വിവരിക്കുന്നില്ല. സ്തോത്രം, എന്നാൽ ഈ റിന്യൂവൽ ശക്തി, സ്തോത്രം, അകത്ത് വരണമെങ്കിൽ ഒരു ദൈവവചനെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നത് എപ്പോഴെന്നറിയാമോ? യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പ്രാപിച്ചവരുടെ ഉള്ളിൽ ശക്തി സംഗ്രഹിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒട്ടകം മരുഭൂമിയിൽ നടക്കുമ്പോൾ അത് വെള്ളം സംഭരിച്ചു വെക്കുന്നത് പോലെ നമ്മുടെ ജീവിതയാത്രയിൽ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ആത്മാവിനാൽ നടത്തപ്പെട്ട് ജഡത്തിന്റെ വിക്രിയകൾക്ക് നാം വശങ്കതരാകാതെ, വിത്തൗട്ട് ബീയിങ് ഈൽഡ് ടു ഫ്ലഷ്, വി ഗെയിൻ സ്ട്രെങ്ത്, ഇന്നർ സ്ട്രെങ്ത് ബൈ ഈൽഡിങ് ടു ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിനയപ്പെട്ട് വചനത്തിന് മുമ്പാകെ താഴ്ത്തി നമ്മെ തന്നെ രൂപപ്പെടുത്തിയാലേ ഈ ഉള്ളിലെ ശക്തി വരത്തുള്ളൂ. ആ ശക്തി ഉള്ളവന് പുറമേ പ്രതികൂലങ്ങൾ വരുമ്പോൾ അവന്റെ അകത്തെ ശക്തി അവനെ ബലപ്പെടുത്തും. സ്തോത്രം, ഹല്ലേലൂയ. ഇത് പലപ്പോഴും തെളിവായി വരുന്നത്, സ്തോത്രം, എപ്പോഴെന്നറിയാമോ? പലപ്പോഴും പലരും ഒരു പ്രായത്തിന്റെ ആധിക്യമാകുമ്പോൾ, സ്തോത്രം, പ്രായാധിക്യത്തിന്റെ അവസ്ഥകളിൽ നല്ല യൗവനത്തിൽ കർത്താവിനെ അനുസരിച്ച് ജഡത്തെ അനുസരിക്കാതെ ക്ഷമയും താഴ്മയും വിനയും ഒക്കെ കാണിച്ചു കിടന്ന ജീവിതങ്ങൾക്ക് മാത്രമേ പ്രായത്തിന്റെ അളവിലോ ശരീരം ബലഹീനമാകുമ്പോഴോ, സ്തോത്രം, പ്രായമൊന്നും ആണോന്നല്ല ഇപ്പോഴത്തെ കാലത്ത് ബലഹീനമാകണമെങ്കിൽ, ചെറുപ്പക്കാർക്കും ബലഹീനമായ അവസ്ഥകൾ വരാം, പഴയതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നിരാം, ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്ന സമയം വരാം. എന്നാൽ ചോരത്തിളപ്പിന്റെ കാലത്ത് ദൈവം, അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞു, നിന്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർക്കാ. സ്തോത്രം, നിനക്ക് ബോധിച്ച പോലെ നടക്കാം, നിനക്ക് ബോധിച്ച പോലെ സംസാരിക്കാം, നിനക്ക് രാഷ്ട്രീയം കളിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് ബുദ്ധിപരമായി പെരുമാറാം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം നിന്നെ രൂപപ്പെടൽ നടന്നില്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ നീ അറിയും നിന്റെ ഉള്ളിൽ ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്തെ മനുഷ്യനിൽ ബലമില്ല, നീ ബലഹീനന. ഹല്ലേലൂയ. സ്തോത്രം, മസിലൊക്കെ ഉള്ളപ്പോഴും, ഹല്ലേലൂയ, കാര്യങ്ങളൊക്കെ ശക്തമാകും. ഞാൻ കണ്ടിട്ടുണ്ട്, ഹല്ലേലൂയ, വളരെ ശക്തന്മാർ, ജിമ്മിലൊക്കെ പോയി മസിൽ പെരുപ്പിച്ചവർ ദേവദാസന്മാരുടെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നെടുമ്പാട് വീഴുന്ന ജീവിതം വഴിമുട്ടിപ്പോയത്, ഞാൻ ആത്മീയനെ ഞാൻ വിചാരിച്ചു, പക്ഷെ എന്റെ ഉള്ളിനെ ബലപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് യെശയ്യാവ് പറയുന്നത്, യഹോവയെ കാത്തിരുന്നവർ ഒരിക്കൽ ലജ്ജിച്ചു പോയിട്ടില്ല. ജീവിതചര്യയിൽ പ്രിയമുള്ളവരെ, ദൈവദാസൻ എന്ന നിലയിൽ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിക്കോണം. പ്രസംഗം കേട്ടാൽ ബലം വരത്തില്ല, ഉപവാസം എടുത്താൽ ആ ബലം വരണമെന്നില്ല, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാൽ ആ ബലം വരണമെന്നില്ല. നിന്റെ പുറത്തെ ജഡത്തെ നീ ദണ്ണിപ്പിച്ച് അകത്തെ മനുഷ്യനിലേക്ക് ബലം പകരുന്ന, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്ക് അറിയാം, അവർ എത്ര മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ടാ. ബോഡി ബിൽഡിംഗ് ആൾക്കാർക്ക് അറിയാം, ഓവർനൈറ്റിൽ ഉണ്ടാകുന്നതല്ല ഈ ഉരുണ്ടിരിക്കുന്ന മസിലുകൾ. ദീസ് മസിൽസ്, ഹല്ലേലൂയ, ദിസ് ബോഡി ബിൽഡിംഗ് ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഓവർനൈറ്റ്. പ്രൈസ് ദി ലോർഡ്. ഡയബറ്റികളോട് ഡോക്ടർമാർ പറയും നടക്കണം. സ്തോത്രം, 2 ദിവസം നടക്കും, പിന്നെ നടക്കത്തില്ല. സ്തോത്രം, 2 ദിവസം നടന്നിട്ട് കാര്യമില്ല. എല്ലാതും കൺസിസ്റ്റന്റ് ആയി നടക്കണം. ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ എക്സസൈസ്, ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ വാക്കിംഗ്, സോ ദാറ്റ് യു ക്യാൻ ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ഇൻസൈഡ് ഫൈറ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. നിന്റെ അകത്തെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ വെല്ലുവിളിയോടെ നേരിടുവാൻ പുറത്തൊരു എക്സസൈസ്, പുറത്തൊരു ഡിസിപ്ലിൻ, പുറത്തൊരു പ്രശിക്ഷണം ആവശ്യമാ. അത് പാടുള്ള കാര്യമാ, ബുദ്ധിമുട്ടാ. സ്തോത്രം, ഡയറ്റിക്ക് ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാ. സ്തോത്രം. കാത്തിരിക്കുന്ന എപ്പോഴാ പ്രിയമുള്ളവരെ? കാത്തിരിക്കുന്നത് എപ്പോഴാ? നമ്മൾ ഡോക്ടറിന്റെ മുമ്പിൽ പോയി കാത്തിരിക്കുന്നത് എപ്പോഴാ? മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അല്ലേ? അല്ല, നമ്മൾ വെയിറ്റ് ചെയ്യൂ. പീപ്പിൾ ഡസന്റ് ലൈക്ക് ടു വെയിറ്റ് നൗ ഡേയ്സ്. എല്ലായിടത്തും പോയി വെയിറ്റ് ചെയ്യുന്നത് പീപ്പിൾ ഫ്രസ്ട്രേറ്റഡാ. ബോർഡിങ്ങിൽ വെയിറ്റ് ചെയ്യുന്നത്, എയർപോർട്ടിൽ പോയി വെയിറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം മറ്റു ഓപ്ഷനില്ല.
മറ്റെന്തെങ്കിലും ഓപ്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുമോ? സ്തോത്രം. യഹോവയായ ദൈവം പറയുക, മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് തോന്നുന്ന കാലത്ത്, സകല പിടിയും വിടുമ്പോൾ നീ ധൃതിയായി പെരുമാറരുത്. ആളുകൾ നിനക്കെതിരാകുമ്പോൾ, നാല് വഴിക്കും പ്രതികൂലങ്ങൾ നിനക്കെതിരെ വരുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നത് നീ കാത്തിരിക്കുക. ആരെയാ? സ്തോത്രം. ദ ഓൺലി ഓപ്ഷൻ ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവ പൈതലിനുള്ള ഒരേ ഒരു വഴി, ഹല്ലേലൂയ, യഹോവയെ കാത്തിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് ദൈവം ഊർജം പകരും. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് ദാവീദ്, അവൻ എവിടുന്ന ശക്തി ലഭിച്ചത്? സ്തോത്രം. അവൻ വനാന്തരങ്ങളിൽ ദൈവത്തോട് ചേർന്നായിരുന്നു. സ്തോത്രം. അവന്റെ സഹോദരന്മാർക്ക് പുറമേ ശക്തിയുണ്ട്. ഗോലിയാത്തിന്റെ മുമ്പിൽ വീറോട് നിൽക്കുവാൻ അകത്തെ ശക്തി പ്രാപിച്ചത്. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, അഭിഷേകം തലമേൽ വീഴണം. അഭിഷേകം വീണുകൊണ്ട് മാത്രമല്ല, സ്തോത്രം, അതിൽ അഭിഷേകമുണ്ട്, ഞാനത് നിരാകരിക്കുന്നില്ല. ഐ എം നോട്ട് ഡിനൈങ് ദാറ്റ്. ബട്ട് ദ ഔട്ട്സൈഡ് മാൻ, മോർ ദാൻ ദ ഔട്ട്സൈഡ് മാൻ. അവനെ നോക്കിയപ്പോൾ ഗോലിയാത്ത് വളരെ കളിയാക്കി, റിഡിക്യൂൾ ചെയ്തു. Goliath ridiculed David by saying, "Oh, with a stick you are coming in front of me." പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ അകത്തെ ശക്തി നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ നാം ബലഹീനമാണെന്ന് തോന്നുമ്പോൾ അല്ല ശക്തിക്ക് വേണ്ടി ഓടേണ്ടത്. നല്ല കാലത്ത്, സ്തോത്രം, നല്ല സമയത്ത് വചനം ഇടപെടുമ്പോൾ, പ്രാർത്ഥനാ മുറിയിൽ ദൈവദാസന്മാരുടെ ഉപദേശം കേട്ട് അവരുടെ ആലോചനയെ കൈക്കൊണ്ട്, ഹല്ലേലൂയ, അവരോട് ദൈവത്തിന്റെ പരിശുദ്ധ ഇടപെടുമ്പോൾ, ഇത് എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വചനമാ, എനിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ, എനിക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ വചനത്തെ കീറിമുറിച്ച്, വചനത്തെ ഹല്ലേലൂയ പങ്ക് നൽകി വെച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് നമ്മിലേക്ക് വചനമാകുന്ന അപ്പത്തെ വിതറുമ്പോൾ അതിനെ ഭക്ഷിച്ചിട്ട് അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ശരീരത്തെ പിടിപ്പാൻ സഹായമാകുന്ന ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മാവിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ഹല്ലേലൂയ പറയുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, സ്തോത്രം, അതിന്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, വായിക്കുക. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും, എല്ലാ മലയും കുന്നും താണും വരയണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായലോ അരുളി ചെയ്യുന്നത് 5-ാം വാക്യത്തിലാ പറയുന്നത്, യഹോവയുടെ മഹത്വം വെളിപ്പെടണം. യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന എപ്പോഴാ? നാം നമ്മെ തന്നെ ദൈവത്തിൽ താഴ്ത്തിയിട്ട് യഹോവയ്ക്ക് വഴി ഒരുക്കുമ്പോൾ, നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുമ്പോൾ, ജഡത്തെ താഴ്ത്തി നിർജ്ജന പ്രദേശത്ത് ദൈവത്തിന് വഴി ഒരുക്കുന്നത്, എല്ലാ താഴ്വരയും നികരണം. ഹല്ലേലൂയ. ശൂന്യമായത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തിയാൽ നിറയണം. അത് അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നത്. മലയും കുന്നും താഴണം. ഷാർപ്പ് എഡ്ജായിട്ടുള്ളത് രൂപപ്പെടണം. ഹല്ലേലൂയ. അതെല്ലാം സോഫ്റ്റ് ആയി മാറണം. വളഞ്ഞതെല്ലാം ചൊവ്വാകണം. ദാറ്റ് മീൻസ് ദ അൺഈവൻ ഗ്രൗണ്ട് ഷാൽ ബിക്കം ലെവൽ, റഫ് പ്ലേസസ് ഷാൽ ബിക്കം എ പ്ലെയിൻ. ഹല്ലേലൂയ. എവരി മൗണ്ടനസ് തിങ് ഷാൽ ബിക്കം ആൻഡ് ദ ഹില്ലി സൈഡ്സ് ഓഫ് അവർ ലൈഫ് ഷാൽ ബി മെയ്ഡ് ലോ. എവരി വാലി ഷാൽ ബി ഫിൽഡ്. ദ എംപ്റ്റിനെസ്, ഹല്ലേലൂയ, ദ എംപ്റ്റിനെസ് ഓഫ് ഡിപ്രഷൻ, ദ എംപ്റ്റിനെസ് ഓഫ് ഫിയർ, ദ എംപ്റ്റിനെസ് ഓഫ് our ego, all these things shall be lifted up by the grace of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ കൃപയാൽ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലെ, ഹല്ലേലൂയ, ഞാൻ എന്നുള്ള ഭാവം, ആ ശൂന്യത, ഭയത്തിന്റെ ശൂന്യത, ഹല്ലേലൂയ, സ്തോത്രം, ഇതെല്ലാം മാറിയിട്ട് നമ്മുടെ സ്വയം മാറി ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിറയണം. പ്രിയമുള്ളവരെ, നാം തീരുമാനമെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനമെടുത്ത് നമ്മുടെ പാപങ്ങളൊക്കെ ദിവസം ഏറ്റു പറഞ്ഞിരിക്കുമ്പോൾ അവിടെ ക്ലിയറാ, ശൂന്യമാണ്. എന്നാൽ അത് ശൂന്യമായ സ്ഥലം ഫില്ലാക്കാൻ നോക്കിയിരിക്കുന്ന ശത്രുവുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, അതിനെ ഫില്ലാക്കേണ്ടത് നമ്മുടെ ഒരു സ്തോത്രം, നമ്മുടെ ജോലിയാ. നാം തീരുമാനമെടുത്ത് കഴിയുമ്പോൾ അത് ശൂന്യമാ. അതാ പറഞ്ഞത്, 7 ഡീമൺസിനെയും കൂടെ 7 ദുഷ്ടാത്മാക്കളെ കൊണ്ടെന്ന് ആ ക്ലീനായി കിടക്കുന്നിടത്ത് നിറച്ചു എന്ന് പറയുന്നത് പോലെ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഭൂതമിറങ്ങിപ്പോയവന്റെ ഉള്ള് ക്ലീനായി കഴിഞ്ഞപ്പോൾ പോയവൻ പോയി 7 വിളിച്ചോട്ട് വന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം, ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ശക്തി പകർന്നേ മതിയാകൂ. നമ്മുടെ ബലഹീനതയിൽ നാം ഇത് ഓർക്കുകയില്ല. ഇത് നിരന്തരം നടക്കേണ്ട ഒന്നാ. ഉപവാസ പ്രാർത്ഥന ചെയ്യുമ്പോൾ 3 മാസം ചെയ്യേണ്ട ഒരു കാര്യമല്ല, ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്തോത്രം, ബാല്യക്കാർ ക്ഷീണിച്ച് തളരുന്ന ഇടത്ത്
യഹോവയെ കാത്തിരുന്ന ശക്തിയെ പ്രാപിച്ചവനെ ദൈവം ഉപയോഗിക്കും. സ്തോത്രം. അങ്ങനെയുള്ളവരെയും കൊണ്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണി ദൈവം ചെയ്യുന്നത്. പ്രായഭേദമന്യേ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, എക്സ്പീരിയൻസിന്റെ ഭേദമന്യേ, ഓ ദൈവം ഉള്ളിലേക്ക് നോക്കുമ്പോൾ, കർത്താവ് ഉള്ളിലേക്ക് നോക്കുമ്പോൾ, ഇതാ ഇവന്റെ ഉള്ള്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളു പ്രസാദിക്കുന്ന എന്റെ വൃതൻ എന്ന് പറയത്തക്ക രീതിയിൽ നാം രൂപപ്പെട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസഭയായി നമ്മെ ദൈവസ്ഥലത്ത്, ഇത് വ്യക്തിപരമായ ആത്മീയ കെട്ടുപണിക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വത്രം, ഇത് ഗ്രൂപ്പായിട്ട് ലഭിക്കുന്നതല്ല. ഇത് പാസ്റ്റർമാർക്ക് നിങ്ങൾക്കിലേക്ക് കോരിട്ട് തരാൻ കഴിയുന്ന കാര്യമല്ല. അഭിഷിക്തന്മാർക്ക്, ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവത്തിന്റെ ആലോചനയെ പ്രാപിച്ചവർക്ക്, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവര്, ശുശ്രൂഷ പ്രാപിച്ചവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇതിലേക്ക് നമ്മെ ഗൈഡ് ചെയ്യാനേ കഴിയൂ. സ്തോത്രം. പ്രാപിക്കേണ്ടത് നാം അതിന്റെ വായു വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ. ഹല്ലേലൂയ സ്തോത്രം. ഉള്ളിൽ ശക്തി ഉണ്ടോ എന്ന് നമുക്ക് ബോധ്യം വരേണ്ടത്, മനസ്സിലാകേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ശിംശോൻ ഒന്ന് കുടഞ്ഞു. സ്തോത്രേ. ശിംശോൻ ഒന്ന് കുടഞ്ഞപ്പോ അവന് മനസ്സിലായി എന്താണ്, ശക്തി പോയി. സ്തോത്രം. ശക്തി പോയി. നേരത്തെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നതൊന്നും പിന്നെ നിൽക്കുകയില്ല. സ്തോത്രം അല്ലേ? സ്തോത്രം. അപ്പോൾ പ്രാപിച്ച ശക്തി ചോർന്നു പോകാതിരിക്കാൻ നാം നോക്കണം. ഹല്ലേലൂയ. അതൊരു വാണിംഗ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ഗെയിൻ സ്ട്രെങ്ത്, ബട്ട് വി ആർ ലിവിങ് ഇൻ ഫ്ലഷ്. നാം ശക്തി പ്രാപിച്ചവരൊക്കെ ആയിരിക്കാം, പക്ഷേ ഇത് ചോർന്നു പോകുന്ന വഴികളുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സംഗീതക്കാരൻ ദാവീദ് ദൈവത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ആത്മാവിനെ എങ്കിലും കൊടുക്കരുത്. സ്തോത്രം. നെടുമ്പാട് വീണ് പറഞ്ഞ പ്രാർത്ഥനയാണ്. He prayed. Hallelujah. Falling before God. നെടുമ്പാട് വീണ് falling before God. He prayed to God, oh God, do not take your spirit from me. Oh, hallelujah. Praise the Lord. Give me back the joy of your salvation. രക്ഷയുടെ സന്തോഷത്തെ എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നഷ്ടപ്പെടുമോ ഇത്? ദൈവം നൽകിയത് നഷ്ടപ്പെടുമോ? ഹല്ലേലൂയ. വചനം എന്തോ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ശക്തി ചോർന്നു പോകരുത്. നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയുവാൻ, അതിനെ ഊറ്റിക്കളയുവാൻ, ഹല്ലേലൂയ, അതിനെ അരിപ്പ പോലെ ആക്കുവാൻ, അതിനെ ബലഹീനമായതാക്കി മാറ്റുവാൻ, to drain away our energy, to drain away our strength. Satan is all around. അവന് അലറുന്ന സിംഹം എന്ന പോലെ we are in a very serious business. ഇത് കുഞ്ഞുകളിയല്ല, ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി ദൈവസഭയെ ദൈവം കണ്ടതാ. ഓ, we are in a very serious business. ഹല്ലേലൂയ. പ്രൈസ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചേ മതിയാകൂ. നാം ആയിരിക്കുന്ന ജോലി എന്തെന്ന്, നാം ആയിരിക്കുന്ന ദൗത്യം എന്തെന്ന് നാം തീർച്ചയായും നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇസ്രായേലിനെ പോലെ പരാജയത്തില്, ഇസ്രായേലിനെ പോലെ പ്രവാസത്തില്, നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ന്യായവിധിക്ക് വിധേയമാക്കുമ്പോൾ ഇരട്ടി പങ്കായി നമുക്ക് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നാം ആരും വരാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, കർത്താവേ, ഇനിയൊരു പാളിച്ച, ഇനിയൊരു കുറവ്, ദൈവമേ, നിന്റെ ഹിതത്തിനെതിരെ നീങ്ങുന്ന ഒരു ചുവടുവെപ്പ് എൻ്റെ ചിന്തയിലോ എൻ്റെ വാക്കിലോ, ഹല്ലേലൂയ, ഉണ്ടാകാതെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുവാൻ, ഞാൻ എത്രത്തോളം താഴ്ത്തുന്നു അത്രത്തോളം ശക്തി എൻ്റെ ഉള്ളിൽ അകത്തെ മനുഷ്യരെ രൂപപ്പെടുന്നത് കാണുവാൻ അത് പുറമെ പ്രകടമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ബലഹീനമായ അവസ്ഥകൾ, ഹല്ലേലൂയ, നമ്മെ ബലഹീനമാക്കുവാൻ ഗോലിയാത്തിനെ പോലെയുള്ള ശക്തികൾ നമ്മുടെ മുമ്പിൽ നിലയുറപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഹല്ലേലൂയ, എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലന് മനസ്സിലായി, കയ്യിൽ രണ്ടും ചങ്ങലയാ, ചുറ്റും പടയാളികളാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുറ്റവാളിയായി താൻ പിടിക്കപ്പെട്ടു പോകുമ്പോൾ രാത്രിയിൽ കപ്പൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, 14 ദിവസമായി സൂര്യനെയും ചന്ദ്രനെയും കാണാത്ത ഇരുളറയിൽ തന്റെ ജീവനെ കുറിച്ച് താൻ ഭയപ്പെട്ടപ്പോൾ തൻ്റെ ഉടയവനും താൻ സേവിക്കുന്നതിനുമായ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഉള്ളിൽ ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന്. സ്തോത്രം. പ്രിയമുള്ള, ശിംശോനെ പോലെ കുടയുവാൻ നമുക്ക് ഇടവരരുത്. ഒന്ന് കുടഞ്ഞു നോക്കും. ഇത്ര നാൾ പ്രാർത്ഥിച്ചു, ഇത്ര നാളും പ്രാപിച്ച അനുഗ്രഹം, ഇത്ര നാളും പ്രാപിച്ച വിടുതല്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി ലഭിക്കുമ്പോൾ നമ്മൾ ദൈവസഭയെ ഒത്തിരി ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഐ ഫീൽ ലൈക്ക് വി ആർ എ ബിഗ് ഫാറ്റ് ചിക്കൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇതെല്ലാം തിന്ന് ബ്രോയിലർ കോഴി പോലെ ഭൗതിക അനുഗ്രഹം എല്ലാം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം മറുപടി ലഭിച്ച് അനങ്ങാൻ വയ്യാത്ത പരുവത്തിൽ, ബ്രോയിലർ കോഴി കണ്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. അനങ്ങാൻ വയ്യാത്ത പരുവത്തിൽ, ഹല്ലേലൂയ,
ആയിരിക്കുക. വി ആർ നോട്ട് ഗ്രോയിങ്, വി ആർ ജസ്റ്റ് ഫാറ്റനിങ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ഉരുകണം. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിൽ നിന്ന് താഴണം, നാം അനുഗ്രഹം പ്രാപിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുവാൻ, ഒതുങ്ങിയിരിക്കുവാൻ നമ്മൾ ദൈവം വിളിച്ചത്. ഒതുങ്ങിയിരിക്കുന്നതിന്റെ ഗതി, ഒരിക്കൽ അവനെ പൊക്കുവാൻ രണ്ട് കരങ്ങൾ വരും, എടുത്ത് കഴുത്തറത്ത് കൊട്ടയ്ക്കകത്തേക്ക് ഇടും. അത് മറ്റുള്ളവന്റെ വയറ്റിൽ പോയി വെറും വേസ്റ്റായി മാറും. എന്നാൽ ഹല്ലേലൂയ, കഴുകൻ അങ്ങനെയല്ല. കഴുകൻ ഒതുങ്ങിയിരിക്കത്തില്ല. ഹല്ലേലൂയ, അവൻ പറന്നുയരുന്നവനാ. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഭൗതിക അനുഗ്രഹങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയും വിടുതലും ഒക്കെ പ്രാപിക്കുമ്പോൾ, രോഗസൗഖ്യം പ്രാപിക്കുമ്പോഴൊക്കെ നാം വിചാരിക്കരുത് ദൈവത്തിന്റെ അപ്രൂവല നമുക്കുള്ളതെന്ന്. സ്തോത്രം. ദൈവത്തിന്റെ അപ്രൂവൽ അകത്ത് ശക്തിയുള്ളവനാ. ക്രിസ്തുവിന്റെ രൂപം അകത്ത് തെളിഞ്ഞു വരുന്നവനാ ദൈവത്തിന്റെ അപ്രൂവൽ ഉള്ളത്. അല്ലാതെ അനുഗ്രഹം പ്രാപിക്കുന്നവനോ, വിടുതൽ പ്രാപിക്കുന്നവനോ, രോഗസൗഖ്യം പ്രാപിക്കുന്നവനോ, പ്രാർത്ഥിച്ച എല്ലാം മറുപടി ലഭിക്കുന്നവനോ അല്ല. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിച്ച് ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപിച്ച് ആ അന്ത്യനാളിൽ കാഹളം ധ്വനിക്കുമ്പോൾ അതിൽ ശങ്ക കൂടാതെ, നീ ദേഹത്തിലിരിക്കുവാണെങ്കിൽ ദേഹത്തിൽ മണ്ണോട് മറഞ്ഞു പോയാൽ മണ്ണോട് മറയുമ്പോൾ ക്രിസ്തുവിന്റെ രൂപമുള്ളിലുള്ളവൻ അവൻ പറന്നുയരും, അല്ലാത്തവൻ ഇവിടെ കിടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രാപിച്ച അനുഗ്രഹങ്ങൾ, ഞങ്ങൾ പ്രവചിച്ചതാ, പ്രസംഗിച്ചതാ, പ്രാർത്ഥിച്ചതാ, പള്ളി പണിതതാ, ഇതൊക്കെ പറഞ്ഞാൽ നാം ഉയരത്തിലേക്ക് പോകുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുക. ലോക സംഭവങ്ങൾ അത് വിവരിച്ച് പറയുന്നു. 20-ാം തീയതി ഒരു പുതിയ ഭരണകൂടം വരികയാ. അനേകം മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം പലതും കാണും. എന്നാൽ തന്റെ കാന്തയെ താൻ ഒരുക്കി കാത്തിരിക്കുക. നിന്റെ എണ്ണയിൽ, നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് സൂക്ഷിക്കുക. നിന്റെ അകത്തെ മനുഷ്യന് ബലമുണ്ടോ എന്ന് സൂക്ഷിക്കുക. നിന്റെ പുറത്തെ മനുഷ്യൻ പ്രബലപ്പെടുമ്പോൾ നിനക്ക് സുഖമാ, സന്തോഷമാ, നീ ഹല്ലേലൂയ സന്തോഷിക്കും. എന്നാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ നീ തകർക്കപ്പെട്ടേ മതിയാകൂ. ഹല്ലേലൂയ. ഒരു ദിവസം പ്രാർത്ഥനാ മുറിയിൽ നാം തകർക്കപ്പെടട്ടെ, വചനത്തിനു മുമ്പാകെ നാം തകർക്കപ്പെടട്ടെ, ജീവിതങ്ങൾ രൂപാന്തരം പ്രാപിക്കട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്കുമാൽ ബലം പ്രാപിക്കട്ടെ. ചുറ്റുമുള്ള സകലതും പരാജയപ്പെടുമ്പോൾ, ചുറ്റുമുള്ള സകലതും ബലമുള്ളത് ക്ഷീണിക്കുമ്പോൾ അകത്ത് ബലമുള്ളവൻ ഉയരേ പറക്കും. ഹല്ലേലൂയ. അത് നാം സാക്ഷ്യം വഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിനു മുമ്പാകെ നെടുമ്പാട് വീഴുന്നവരായി, ഹല്ലേലൂയ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം പാടിയതുപോലെ നിലവിളിക്ക. നിന്റെ വീട്ടിൽ നിന്റെ തലമുറ കണ്ടാൽ പോരാ, ആലയത്തിൽ നീ ആരാധിക്കുമ്പോൾ നിന്നോട് കൂടെ നിന്റെ തലമുറ കാണണം. ഭവനത്തിൽ പലരും, വീട്ടിൽ പലരും മര്യാദയാ, അവിടെ നിന്റെ തലമുറ കാണും. ആലയത്തിലും അതേ മര്യാദ കീപ്പ് ചെയ്താലേ തലമുറ ആലയത്തിനകത്ത് കാണും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ താഴുവാൻ, വിനയപ്പെടുവാൻ, ഞാൻ ഉൾപ്പെടെ ഇതെന്നോടുകൂടെ സ്തോത്രം. നിങ്ങളുടെ മാത്രം ജഡ്ജ്മെന്റിലായി പ്രസംഗത്തിൽ പ്രസംഗമല്ല. ഈ ദിവസങ്ങളിൽ രാക്കാലങ്ങളിൽ പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയുടെ കുറവുകൾ, ഇടിവുകൾ, മതിലിന്റെ ഇടിവുകൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അതൊക്കെ കണ്ടുകൊണ്ടിരുവാൻ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം വലുതാ. ഞങ്ങളുടെ കരത്തിന് ബലമില്ല. ഞങ്ങളുടെ ജഡമ മുമ്പിൽ നിൽക്കുന്നത്, ഞങ്ങളുടെ അകത്തെ മനുഷ്യന് ബലമില്ലെന്നുള്ളത് ഞങ്ങൾ നാൾക്ക് നാൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അകത്തെ മനുഷ്യന് ബലമില്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഒരു കട്ട പോലും എടുത്തു വെക്കുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഈ ദിവസം നമ്മളെ തന്നെ താഴ്ത്താം, വിനയപ്പെടാം, തകരാം. ഹല്ലേലൂയ. ദൈവം നമ്മെ പണിയട്ടെ. ദൈവസ്ഥനിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകൾ ദൈവസ്ഥനിൽ അടയ്ക്കാം. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. യഹോവയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഐ ആം വെയിറ്റിംഗ് ടു സീ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഹല്ലേലൂയ. നോട്ട് മൈ ഗ്ലോറി. ഹല്ലേലൂയ. അതാ പറഞ്ഞത് യശയ്യാപ്രവചനം 5-ാം വാക്യത്തില് 45 നാം വായിക്കുന്നല്ലോ, അവന്റെ മഹത്വം, രാജാവ് എഴുന്നള്ളും, അവന്റെ മഹത്വം വെളിപ്പെടും, സകല ജഡവും അത് കാണും. പ്രിയമുള്ളവരെ, നാം നുറുക്കപ്പെടുന്നത്, നാം ശക്തിപ്പെടുന്നത്, അത് ഹല്ലേലൂയ, ദാറ്റ് ഈസ് ഇൻ സീക്രട്ട്. ഹല്ലേലൂയ. നാം തകർക്കപ്പെടുന്നത്, ദാറ്റ് ഈസ് ഇൻ സീക്രട്ട്. ഹല്ലേലൂയ. ഗുപ്തയിടങ്ങളിൽ നാം തകർക്കപ്പെടുന്നത്, ഗുപ്തയിടങ്ങളിൽ നാം രൂപപ്പെടുന്നത്. കുശവന്റെ ഹല്ലേലൂയ സ്തോത്രം, ആ ആലയ്ക്കകത്ത് അവൻ രൂപപ്പെടുന്നത് ആരും കാണാമറയത്ത്. ഹല്ലേലൂയ. എന്നാൽ when the glory shall be revealed, you shall be വിസിബിൾ ടു ഓൾ. ഷോക്കേസിൽ വെക്കുന്നത് ഗുപ്തയിടമല്ല. ആ മനോഹരമായ പാത്രം രൂപപ്പെട്ടിട്ട് പിന്നെ വെക്കുന്നത് മനോഹരമായ രാജാവിന്റെ മേശയുടെ പുറത്ത്, മഹത്തുക്കൾ ഇരിക്കുന്നിടത്ത് മഹത്വത്തോടെ വെളിപ്പെടും. ഹല്ലേലൂയ. You shall be presented in its glory. Hallelujah. But when you are being formed, when you are being shaped, hallelujah, when you are being trained, നമ്മൾ
ട്രെയിൻ ചെയ്യപ്പെടുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ, നുറുക്കപ്പെടുമ്പോൾ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുമ്പോൾ ഒക്കെ അത് സംഭവിക്കുന്നത് രഹസ്യമായ സംഭവങ്ങളല്ല. ഹല്ലേലൂയ. ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തകർക്കപ്പെടുവാൻ, നുറുക്കപ്പെടുവാൻ, വിനയപ്പെടുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രാത്രി കാലത്ത് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനം നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ, ഒരു വിടുതലായി മാറട്ടെ, ഒരു ദൈവ പ്രവൃത്തിയായി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ രൂപപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ചാൽ എല്ലാവരും ഒരു നിമിഷം ദൈവത്തിൽ സ്തോത്രം ചെയ്ത കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്രയ്ക്കായി ഞങ്ങളെ സമർപ്പിക്കും. ഞങ്ങളുടെ അകത്തെ ശക്തി എത്രയെന്ന് വെളിവാകുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ, ഞങ്ങൾ ശക്തിയുള്ളവരായിരിക്കണം. പ്രതികൂലത്തിന്റെ ദിവസങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട ദിവസങ്ങൾ, എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയങ്ങൾ, ഗോലിയാത്തിന്റെ പ്രതികൂലത്തിന് മുമ്പിൽ നിൽക്കേണ്ട സമയങ്ങൾ, അവിടെ ഞങ്ങളുടെ ഉള്ളിലെ മനുഷ്യന് ശക്തിയുണ്ടോ എന്ന് തെളിയിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കുന്ന ശക്തി. ഹല്ലേലൂയ, ഞങ്ങൾ കാത്തിരിപ്പാൻ വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. ദൈവശബ്ദം കേൾക്കും വരെ തമ്പുരാൻ ഹല്ലേലൂയ പറയും വരെ ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങൾക്ക് സഹായം വരുന്ന ഞങ്ങളുടെ യഹോവയായ ദൈവത്തിന്റെ കരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്കിടയാകട്ടെ. അതിനായി നമ്മെ സമർപ്പിക്കാം. പ്രിയ റോയ് ബ്രദർ പ്രാർത്ഥിക്കും. പ്രിയ സഹോദരനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് വചനങ്ങളുടെ ഭാഗം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. Look at Jones, thank you for to come for the boys, which is big sponsor done, especially thank you for stop together, get Jesus for Saturday night, get Jesus for meeting, get Jesus, thank you for all you done, especially as church life comes for our get Jesus, do this guy direct us and everything you do, go to your plan, you will not the us get Jesus, please speak to us, guide direct us, get Jesus, so you will be done, take the right next steps, right direction, whatever your plan for church, each of the families of church, that be done, not the us get Jesus, especially as an increment of weather, get Jesus, please keep us safe in everything you do, go to your plan, not the us get Jesus, especially thank you for the word that you've given us today, get Jesus, help us to learn how to apply in our lives, get Jesus, help us to renew our strength like the eagle, get Jesus, help us to walk in faith, God Jesus, according to your plan, your purpose, God Jesus, that you will be done, not the us, God Jesus, in each of our families' lives, and especially in the church's life, God Jesus, that you will be done. Help us move forward and take the next steps in the right direction, God Jesus. Please do the against each of the families here, God Jesus, everyone who's traveling, God Jesus, especially those who are also sick, God Jesus, go through different challenges. Please answer our prayers, be with them, God Jesus. They need help, God Jesus, from me through, God Jesus. Especially your prayer, especially tomorrow for our meeting, God Jesus. Help to bless according to your plan on Sunday service. Also our youth meeting, help to bless according to your plan on the us, God Jesus. All the programs, everything's done there. Help to bless them to glorify your name, that you will be done at this, God Jesus, in church's life, God Jesus. Please, once again, thank you for this opportunity you've given us once again together through Zoom, God Jesus. Let's guide us, everything you do according to your plan on this, God Jesus. Driving days in high school according to your plan. Jesus, I pray. Amen. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയിടുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ദൈവസഭയിലെ എല്ലാ കുടുംബങ്ങളോടും ലോകം പോലുള്ള സകല വിസ്തരമായിട്ടും കൂടെ കർത്താവിന്റെ നാൾ വരെ നീക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഈ സന്ധികൾ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.